ഇതിവിടെ കുളങ്ങളില്ലാത്തതുകൊണ്ട് വരുന്ന ഭക്തർക്ക് കാല് കഴുകാനും കുളിക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഒരു കുളത്തിൻ്റെ രീതിയിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു. ഇവിടെയാണ് ആളുകൾ കുളിച്ചിട്ട് ദർശനം നടത്താൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് രാജൻപേട്ട് സിറ്റിയാണ്. രാജൻപേട്ട് സിറ്റിയും അതിനോടനുബന്ധിച്ച് ദൂരക്കാഴ്ചകളിൽ കാണുന്നതെല്ലാം ഗ്രാമങ്ങളുമാണ്. മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എന്നാലും ഞാനൊരു വ്യൂ പോയിന്റിലോട്ട് വന്നതാണ്. ഇത് കണ്ടോ, ഇതാണ് രാജൻപേട്ട സിറ്റി. രാജൻപേട്ട സിറ്റിയുടെ ഒരു ഭാഗമാണിത്. മേഘങ്ങൾ മൂടിക്കിടക്കുന്നതുകൊണ്ടാണ് നമുക്കൊന്നും കാണാൻ സാധിക്കാത്തത്. വളരെ വലിയൊരു സിറ്റിയാണ്, ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു സിറ്റി. അപ്പോഴത്തെ ആ കാണുന്ന ഹൈവേയിലൂടെയാണ് ഞാൻ വന്നത്. എന്നിട്ട് ആ ഭാഗത്ത് ആ കാണുന്ന ഭാഗത്തു നിന്നാണ് ഞാൻ ഉള്ളിലോട്ട് കയറി വന്നത്. കാണിക്കാം. ആ ഭാഗത്തു നിന്ന് അവിടെയാണ് ഈ അമ്പലത്തിൻ്റെ കമാനമുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി നമ്മൾ അകത്തോട്ട് കയറി വന്നതാണ്. ഇങ്ങനെ ഈ ഭാഗത്തൂടെയാണ് കയറി വന്നത്. ഇതാണ് നമ്മുടെ സൈക്കിളിന് കംപ്ലൈൻറ്റ് വരുന്നതെന്ന് പറയുന്നത്. ഇതൊരു ചെറിയ ഗ്രാമമാണ്. ഇതിൻ്റെ താഴെ ഒരു ചെറിയ ഗ്രാമമുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഗ്രാമം, പിന്നെ കൃഷിഭൂമി, പിന്നെ ആ സിറ്റിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫുള്ള് സിറ്റിയാണ്. താഴെ കൂടെ വണ്ടികളൊക്കെ പോകുന്നത് കാണാം. ധാരാളം കുന്നുകളും മലകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇടയിലെല്ലാം കുന്നുകളും ചെറിയ ചെറിയ മലകളുമാണ്. അതുപോലെ തന്നെ നമ്മളിനി അങ്ങോട്ടാണ് പോകേണ്ടത്, ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അവിടെയും കൃഷിഭൂമികളാണ്. ഈ സിറ്റി വളരെ വിശാലമായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ആ മലയുടെ അടിവാരം മുതൽ സിറ്റി തന്നെയാണ്. അപ്പം വളരെ മനോഹരമായ സിറ്റിയുടെ കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുക. തിരുപ്പതി ഭഗവാന്റെ ചിഹ്നങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആ സിറ്റിയിലെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കാണാൻ പറ്റും. ആ രീതിയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അത് ട്രാക്ടർ ഓടിച്ച് പോയ രണ്ട് സഹോദരന്മാരാണ്. അവർ അടിപൊളി പാട്ടൊക്കെ വെച്ച് പോയപ്പോഴത്തേ ഹായ് ഹായ് നാം വെങ്കട്ട് ലക്കി ഇവരുടെ മുബാരക്. അപ്പോഴത്തേ ഇവർ മൂന്നും കൂടെ നമ്മളെ ട്രാക്ടറിൽ വന്ന് തടഞ്ഞു നിർത്തി. അപ്പോഴത്തേ മുബാരക്കും കൂടി വന്ന്. അപ്പോഴത്തേ നമ്മുടെ യാത്ര കടപ്പയ്ക്ക് പോകുന്ന വഴിയാണ്. ഇതിപ്പോൾ രാജൻപേട്ടയാണ്. രാജൻപേട്ടയിൽ നിന്ന് നമ്മൾ കടപ്പയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ബ്രോ. താങ്ക് യു ഓക്കെ, താങ്ക് യു. അപ്പോൾ ജാഗ്രത എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു പോവുക എന്നാണ് പറഞ്ഞത്. സേഫ് ജേർണി. അപ്പോഴത്തേ ഇവർ ട്രാക്ടറിൽ വന്നതാണ്. ഇവർ മണൽ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ട്രാക്ടറിൽ. അതിനിടയ്ക്കാണ് നമ്മളെ കണ്ടത്. അപ്പോൾ ഓക്കെ ബ്രോ, താങ്ക് യു വെരി മച്ച് ബ്രോ. ഓക്കെ, സീ യു. ഓക്കെ ബ്രോ. ഓക്കെ, ഇതൊരു പാടത്ത് നടിയിൽ നടക്കുന്ന സമയമാണ്. ഇതുണ്ടോ, പാടം നടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ കയറ്റി എല്ലാവരും ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഉണ്ട് ഇവിടെ. ഇവരിങ്ങനെ സംയുക്തമായിട്ടുള്ള കൃഷി രീതി ആയതുകൊണ്ട് അവർക്ക് കൂലിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ്. അത് മോട്ടോർ തറയാണ്. അവർ കച്ചിയൊക്കെ വെച്ചിരിക്കുന്നു. ഇതിന് കൃഷി നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് കുട്ടികളൊക്കെ, കുഞ്ഞു കുട്ടികൾ. ഞാനെൻ്റെ ചെറുപ്പകാലത്തെ ആ കാര്യങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു. അതുപോലെ അവൻ്റെ പ്രായത്തിലൊക്കെ ഞാനിതുപോലെ പാടത്തൂടെ വെള്ളത്തിലൊക്കെ വീണ് നടന്ന കാലം ഉണ്ടായിരുന്നു. വേണ്ട പോകുന്നു, ഒരു കറ്റയെടുത്ത് 2 കറ്റയെടുത്ത് നടക്കാൻ വയ്യ, എന്നാലും പോവും. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെറുപ്പകാലമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പാടത്തൂടെ, ഏറ്റവും റെയിൽവേ സ്റ്റേഷൻ താഴെയുള്ള പാടത്തൂടെ ഇങ്ങനെ കറ്റയൊക്കെ ആയിട്ട് പോയ ഒരു ഓർമ്മ ഇപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വരുവാണ്. അവിടെ ഞാറ് നട്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരൊക്കെ അവനിപ്പോൾ 2ാമത്തെ പ്രാവശ്യം വീണിരിക്കുകയാണ് ആള്.
ഭയങ്കര സീൻ തന്നെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ രാജൻപേട്ടിൽ നിന്ന് വരുമ്പോൾ അണ്ണാമയ്യ പാർക്ക് എന്ന പേരിൽ ഒരു വെങ്കടേശ്വര സ്വാമി ടെമ്പിളുണ്ട്. ഇതാണ് വെങ്കടേശ്വര സ്വാമി ടെമ്പിള്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വെങ്കടേശ്വര സ്വാമിയുടെ മനോഹരമായ ഒരു ശില്പം, വളരെ മനോഹരമാണ്. ഏകദേശം തറനിരപ്പിൽ നിന്നും 100 അടി ഉയരമുള്ള ഒരു ശില്പമാണിത്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കയറി വന്നതാണ്. വളരെ മനോഹരമായ ഒരു ഗാർഡനൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ഇതിൻ്റെ പുറകിൽ തന്നെയാണ് ഒരു കോളേജ് ഉള്ളത്. അപ്പോഴത്തെ ഇതുണ്ടോ, വളരെ മനോഹരമായ ഗാർഡനൊക്കെ കൂടിയ ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ സ്റ്റാച്യു കാണാൻ വേണ്ടിയാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഇതാണ് ആ സ്റ്റാച്യു. വളരെ മനോഹരമായ രീതിയിൽ, വളരെ ഉയരത്തിൽ, 100 അടിയോളം ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്റ്റാച്യു ആണ്. ഇതാണ് ആ 100 അടി ഉയരമുള്ള ആ ഒരു സ്റ്റാച്യു. അപ്പോൾ ഉച്ചയായപ്പോൾ ഞങ്ങൾ പതിയെ ഒരു വിശ്രമത്തിലാണ്. ഞാനും കുഞ്ഞിയും ചെറിയൊരു വിശ്രമത്തിൽ ഞങ്ങളിവിടെ ഒരു മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹൈവേ 716 എൻ്റെ പുറകിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോഴത്തെ കുഞ്ഞി ഇവിടെ കിടപ്പുണ്ട്. അവൾ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അവൾ എഴുന്നേറ്റതാണ്. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. നമ്മളിൽ ഇന്നലെ വാങ്ങിച്ച കുറച്ച് ബജിയും, നമ്മൾ വാങ്ങിച്ചതല്ല, നമ്മളെ കണ്ടുമുട്ടിയ 2-3 പേര് ഇത് കൊണ്ടു തന്നതാണ്. ആ ബജിയും പിന്നെ ഇന്നലെ ഞാൻ വാങ്ങിച്ച പരിപ്പുവടയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് 1-2 പഴം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. നല്ല സുഖമുണ്ട്. ചൂടാണ് കേട്ടോ. നല്ല കാറ് മൂടിക്കിടക്കുന്നതാണ്. രാവിലെ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ഈ മലനിരയുടെ ഫോറസ്റ്റ് ഏരിയ ആണ് അത് ആ കാണുന്നത്. ആ മലയിടിച്ചിട്ടിരിക്കുന്ന ഭാഗമെല്ലാം ഫോറസ്റ്റ് ഏരിയ ആണ്. അതിലൊരു വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങോട്ട്, പുതിയ വഴിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ തണൽ മരങ്ങളുടെ ഇത് ഛായയിൽ, സാഹിത്യപരമായിട്ട് പറഞ്ഞാൽ ഛായ, തണലിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ പുറകിൽ കൂടെ വണ്ടിയൊക്കെ ഓടിപ്പോകുന്നത് കാണാം. ഹൈവേ ആണ്, ഹൈവേ 716 നാഷണൽ ഹൈവേ, കടപ്പയ്ക്കുള്ള റൂട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വിശ്രമിച്ചതിന് ശേഷം യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത്. വണ്ടിക്കൊരു ചെറിയ പഞ്ചർ ഒട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ടയർ കടകളിലും കയറിയിട്ട് നമ്മൾ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചർ ഷോപ്പുകളിൽ കയറിയിട്ട് കുഞ്ഞ് മണ്ണിൽ പോയി, തണുപ്പത്ത് മണ്ണിൽ പോയി കിടക്കാനുള്ള പരിപാടിയിലാണ്. ഇന്നലെ കുഞ്ഞിക്കൊരു പണി കിട്ടി. കുഞ്ഞിനെ നമ്മളവിടെ കെട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ കൊണ്ടു നടന്നപ്പോഴാണെന്ന് തോന്നുന്നു എന്തോ ഒരു ചെറിയ വലി കിട്ടിയിട്ടുണ്ട്. ഈ ബെൽറ്റ് കാലെ കുടുങ്ങിയിട്ടുള്ള ഒരു ഇതാണ്. ഒക്കെ കാലിനൊരു ചെറിയ മുടന്ന് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നേരത്തെ ഇതുപോലെ സംഭവിച്ചതാണ്. ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അത് 2 ദിവസം ഞാൻ തിരുവി കഴിയുമ്പോൾ അത് നേരെയാവും. അപ്പോഴത്തേ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ചവിട്ടി പോകാൻ ബുദ്ധിമുട്ടാണ്. ഇനിയൊരു 3-3:30 ആയിട്ടേ പോകുന്നുള്ളൂ. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം പതിയെ യാത്ര തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഒരു റിസർവ് ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വലിയൊരു വനമേഖലയാണ്, പക്ഷേ നിങ്ങൾ കാണുന്നത് കൃഷിഭൂമിയാണ്.
വനമേഖലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കണ്ടോ, അതാണ് അതിൻ്റെ വ്യത്യാസം. ഒരു സൈഡ് വനമേഖലയും മറു സൈഡിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളുമാണ് ഇവിടെയുള്ളത്. ഇത് ഫുള്ള് കൃഷിഭൂമിയാണ്. ഇപ്പോൾ പുല്ലിൻ്റെ കൃഷിയാണ്. അതായത് ആടുകളെയും പശുക്കളെയും വളർത്തുന്ന ആളുകളുള്ള ഗ്രാമീണ മേഖലയാണ്, ട്രൈബൽ ഏരിയയാണ്. TSR ട്രൈബൽ ഏരിയയാണിത്. അപ്പോൾ ഇത് മാന്തോപ്പ്, മനോഹരമായ ഒരു മാന്തോപ്പ് സംരക്ഷിക്കുന്നു. ഒരു നെറ്റ്വർക്കുള്ള ഏരിയയാണ്. നമ്മൾ അപ്ലോഡിങ്ങിന് ഇട്ടിരിക്കുകയാണ്. ഇതും ഒരു മാന്തോപ്പാണ്. അവിടെ ഒരു സ്കൂൾ കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ട്രൈബൽ സ്കൂൾ ആയിരിക്കണം. ഞാൻ വിശദമായിട്ട് നോക്കിയില്ല, കാരണം മഴ ചാറുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും ഉള്ള പ്രശ്നം. അതുപോലെ തന്നെ മനോഹരമായൊരു കൃഷിഭൂമി. അങ്ങകലെ നെല്ലാണോ പുല്ലാണോ എന്നറിയില്ല. ഇവിടെയെല്ലാം പുല്ലാണ് കൃഷി ചെയ്യുന്നത്. അങ്ങകലെ നെല്ലാണെന്ന് തോന്നുന്നു, ഏറ്റവും അകലെ ആ മലയുടെ അടിവാരത്ത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് അമ്മയപ്പറാണ് പോകുന്നത്. അമ്മയപ്പർ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് ധാരാളം ഇങ്ങനെ പോകുന്നുണ്ട്. സിമെൻറ്റിനുള്ള പാറപ്പൊടി എടുത്തുകൊണ്ട് പോകുന്ന വണ്ടികളാണ് ഇവിടെ മൈനിങ് ഏരിയയിൽ നിന്ന്. അപ്പോൾ അമ്മയപ്പറിൻ്റെ വണ്ടികളാണ് കൂടുതലും പോകുന്നത്. അപ്പോഴത്തെ നമ്മൾ കാടിൻ്റെ സൈഡിലൂടെ ഇവിടെ മാനൊക്കെ ഉണ്ടെന്നുള്ള ബോർഡുകൾ കണ്ടു, പക്ഷെ മാന്യൊന്നും കണ്ടില്ല. ഹായ് ബ്രോ. വണ്ടിക്കാർക്കെല്ലാം ഞാൻ കൈവീശി മടുക്കുന്ന അവസ്ഥയാണ്. കാരണം നമ്മുടെ മഹേഷ്, വേണു, ഫൈസു, പിന്നെ അവരൊക്കെ ആയിട്ട്, പിന്നെ ഒരു പ്രകാശ്, ഇവരൊക്കെ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ കൈവക്കി എല്ലാവരെയും കൈവക്കി കാണിച്ച് എല്ലാവരോടും സംസാരിച്ച് പോരേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. യാത്രയിലുള്ള സുഹൃത്തുക്കളായിക്കോട്ടെ, അല്ലാതെയുള്ള ആണേലും ആന്ധ്രാപ്രദേശിലും നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്കാരാണേലും എല്ലാം നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതായത് റൂട്ടുകൾ പറഞ്ഞു തരാനും അവിടെ മഴയുണ്ടെന്നൊക്കെ പറയാനും അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരള വണ്ടികൾ വളരെ കുറവാണ് ഈ റൂട്ടിൽ. കേരള വണ്ടികളൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. കാണുമായിരിക്കും, രാത്രിയിലായിരിക്കും അവർ പോകുന്നത്. നമ്മൾ വരുന്ന സമയത്ത് അവരെ കാണാത്തതായിരിക്കും. അപ്പോൾ ശരി, ഈ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് ഈ മാന്തോപ്പിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കാടിൻ്റെ ഭംഗിയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. സാഹിത്യം ഒഴുകിയെത്തുകയാണ്. മലമുകളൊക്കെ അവിടെ എവിടെയൊക്കെ ഉള്ളു കേട്ടോ, മരങ്ങൾ. പക്ഷേ ഇതിൻ്റെ അകത്ത് മാനുണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മാനിനെ പോലും ഞാൻ കണ്ടില്ല. കാണുമായിരിക്കും, കാണണമല്ലോ. വാഴക്കുല വണ്ടി പോകുന്നു. ജനാന, നമ്മുടെ യാത്രയിലെ ആദ്യത്തെ നാരകത്തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഒരു വലിയ നാരകത്തോട്ടം. കായ്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ വിശാലമായ ഒരു നാരകത്തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ബൊമ്മയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് കൈവക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നാരകത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. കാടിന് നടുവിലാണ് കേട്ടോ. ഇപ്പോൾ കാട് എൻ്റെ ഇടതുവശത്തും കാടെൻ്റെ ഇടതുവശത്തും കൃഷിസ്ഥലങ്ങൾ എൻ്റെ വലതുവശത്തുമായിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറം റെയിൽവേ ലൈനാണ്. അപ്പോൾ മനോഹരമായൊരു നാരകത്തോട്ടം. നിറച്ച് നാരങ്ങയുണ്ട് കേട്ടോ. ചെറുതായിട്ടേ ഉള്ളൂ. നാരങ്ങയൊക്കെ കാണാൻ പറ്റും, പക്ഷേ ചെറിയ നാരങ്ങയാണ്. ചെറുതായിട്ടാണ് നാരങ്ങ നിൽക്കുന്നത്. അപ്പോൾ മനോഹരമായി നാരകത്തോട്ടത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും കടപ്പയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇനി ഒരു 35 കിലോമീറ്ററാണ് നമുക്ക് സൈക്കിൾ ചവിട്ടാനുള്ളത്. ഇത് കണ്ടോ, ഒരൊറ്റ വണ്ടിയില്ലാത്ത റോഡ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരൊറ്റ വണ്ടിയില്ല, ഞാൻ മാത്രം. ദാണ്ട പറഞ്ഞു തരുന്നില്ല, ആണ്ട് കാറ് വരുന്നു. ഈ കാറുകാരൻ അവിടെ ഇരുന്നാൽ പോലെ ദാണ്ട ഇപ്പുറത്തുനിന്ന് എങ്ങനെ വരുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ഈ നാരകത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇതുവരെ എൻ്റെ യാത്രയിൽ ഞാൻ ഒരു നാരകത്തോട്ടം കണ്ടില്ല. തമിഴ്നാട്ടിലാണേലും കർണാടകത്തിലാണേലും എനിക്ക് നാരകത്തോട്ടങ്ങൾ കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് നാരകത്തോട്ടവും കാണാൻ സാധിച്ചിരിക്കുകയാണ്. നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുമ്പോൾ ഉള്ള സുഖവും അച്ചാർ കൂട്ടി ചോറ് നിന്നതിൻ്റെ സുഖവും ഒന്ന് വേറെ തന്നെ. അതുപോലെ തന്നെ ഈ നാരകത്തോട്ടം കാണുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, അതിപ്പം മേലെയാണ്. അപ്പോൾ ശരി, ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. അപ്പം നമ്മൾ കടപ്പ റൂട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതൊരു പുഴയാണ്. ഈ പുഴയുടെ സൈഡിൽ കൂടി ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ട്. ഇത് കണ്ടോ, ട്രെയിൻ പോകുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ നമുക്കൊരു ട്രെയിൻ കിട്ടിയെന്നുള്ളതാണ് ഭാഗ്യം. മലയുടെ അടിവാരത്തൂടെ ട്രെയിൻ ഇങ്ങനെ പോകുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ച. അത് കാണാൻ കറക്റ്റ് ടൈം കിട്ടിയെന്നുള്ളതാണ്. ഞാനിവിടെ സൈക്കിൾ നിർത്തി നോക്കുമ്പോൾ ട്രെയിൻ വന്നിരിക്കുന്നു. ഒരു നീല ട്രെയിൻ ഇതുമായിട്ട് പോകുന്നതാണ്. കൽക്കരിയും കല്ലും ഒക്കെ ആയിട്ട് പോകുന്നൊരു ട്രെയിനാണ്. വളരെ നീളമുണ്ട് കേട്ടോ. ഏകദേശം 1 കിലോമീറ്ററോളം നീളമുള്ള ഒരു ട്രെയിനാണ്. 1 കിലോമീറ്ററിന് മേളിൽ നീളമുണ്ടെന്നാണ് തോന്നുന്നത്. 2 എഞ്ചിനാണ്. നല്ല നീളമുണ്ട്. ഇത് 1 കിലോമീറ്റർ അല്ല, ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. ഇത്ര അകലത്തിൽ തന്നെ ലെങ്തിൽ നമുക്ക് ഒറ്റക്കണ്ണിൽ കാണാൻ പറ്റില്ല.